എജു എംപയർ പി എസ് സിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. 2026 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പി എസ് സി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. എല്ലാവരും ക്ലാസ് കൃത്യമായി ഫോളോ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ. തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും സംശയങ്ങൾക്കും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന AI കോൾ സെൻ്ററാണ് സ്മാർട്ടി എന്ന് പറയുന്നത്. തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും സംശയങ്ങൾക്കും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന AI കോൾ സെൻ്ററാണ് സ്മാർട്ടി. എന്താണ് സ്മാർട്ടി? തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും സംശയങ്ങൾക്കും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന AI കോൾ സെൻ്ററാണ് സ്മാർട്ടി. ലോകത്തിലെ ആദ്യത്തെ ക്ലോൺ ഹൈബ്രിഡ് അരി വികസിപ്പിച്ചെടുത്ത രാജ്യമാണ് ചൈന. ലോകത്തിലെ ആദ്യത്തെ ക്ലോൺ ഹൈബ്രിഡ് അരി വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ചൈനയാണ്. ലോകത്തിലെ ആദ്യത്തെ ക്ലോൺ ഹൈബ്രിഡ് അരി വികസിപ്പിച്ചെടുത്ത രാജ്യം ചൈനയാണ്. ലോകത്തിലെ ആദ്യത്തെ ക്ലോൺ ഹൈബ്രിഡ് അരി വികസിപ്പിച്ചെടുത്ത രാജ്യം ചൈന. ഇന്ത്യയിലെ ആദ്യത്തെ ക്രോണിക് കിഡ്നി ഡിസീസ് രോഗി രജിസ്ട്രി ആരംഭിക്കുന്ന സംസ്ഥാനം ഒഡീഷയാണ്. ഇന്ത്യയിൽ ആദ്യമായി ക്രോണിക് കിഡ്നി ഡിസീസ് രോഗി രജിസ്ട്രി ആരംഭിക്കുന്ന സംസ്ഥാനം ഒഡീഷ. ഇന്ത്യയിലെ ആദ്യത്തെ ക്രോണിക് കിഡ്നി ഡിസീസ് രോഗി രജിസ്ട്രി ആരംഭിക്കുന്ന സംസ്ഥാനമാണ് ഒഡീഷ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച റോക്കറ്റാണ് പിനാക്ക. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച റോക്കറ്റാണ് പിനാക്ക. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച റോക്കറ്റിൻ്റെ പേരെന്താണ്? പിനാക്ക. ഈ പിനാക്ക റോക്കറ്റ് ആദ്യമായിട്ട് കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് അർമേനിയ. പിനാക്ക റോക്കറ്റ് ഇന്ത്യ ആദ്യമായി കയറ്റുമതി ചെയ്യാൻ പോകുന്ന രാജ്യം അർമേനിയയാണ്. അപ്പോൾ പിനാക്ക റോക്കറ്റ് എങ്ങോട്ടാണ് കയറ്റുമതി ചെയ്യുന്നത്? അർമേനിയയിലേക്കാണ്. ഒന്നുകൂടെ, തദ്ദേശീയ വകുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും സംശയങ്ങൾക്കും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന AI കോൾ സെൻ്റർ സ്മാർട്ടി. ലോകത്തിലെ ആദ്യത്തെ ക്ലോൺ ഹൈബ്രിഡ് അരി വികസിപ്പിച്ചെടുത്ത രാജ്യം ചൈന. ഇന്ത്യയിലെ ആദ്യത്തെ ക്രോണിക് കിഡ്നി ഡിസീസ് രോഗി രജിസ്ട്രി തയ്യാറാക്കുന്ന സംസ്ഥാനമാണ് ഒഡീഷ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച റോക്കറ്റ് സംവിധാനം പിനാക്ക കയറ്റുമതി ചെയ്യുന്ന ആദ്യ വിദേശ രാജ്യമാണ് അർമേനിയ. 2026 ജനുവരിയിൽ അന്തരിച്ച സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗവും കേരള ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസുമായ വ്യക്തിയാണ് ലക്ഷ്മിക്കുട്ടി. 2026 ജനുവരിയിൽ അന്തരിച്ച സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗവും കേരള ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസുമായ വ്യക്തിയാണ് ലക്ഷ്മിക്കുട്ടി. 2026 ജനുവരിയിൽ അന്തരിച്ച സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗവും കേരള ഹൈക്കോടതി മുൻ ജസ്റ്റിസുമായ വ്യക്തിയാണ് ആര്? ലക്ഷ്മിക്കുട്ടി. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പൂർണ്ണമായ ഡിജിറ്റൽ വൽക്കരണ ലക്ഷ്യമാക്കി നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇ സമൃദ്ധ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരണം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കുന്ന പദ്ധതിയാണ് ഇ സമൃദ്ധ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് ഇ സമൃദ്ധ? മൃഗസംരക്ഷണ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലാക്കുന്ന സംവിധാനം അല്ലെങ്കിൽ പദ്ധതിയാണ് ഇ സമൃദ്ധ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2025 സംസ്ഥാന വികലാംഗ അവാർഡ് നേടിയ ജില്ല മലപ്പുറം ജില്ലയാണ്. 2025 സംസ്ഥാന വികലാംഗ അവാർഡ് നേടിയ ജില്ല മലപ്പുറം ജില്ലയാണ്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഫ്യൂണിക്കുല റെയിൽവേ തുറന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ മലങ്കഡ് എന്ന സ്ഥലത്താണ്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഫ്യൂണിക്കുല റെയിൽവേ തുറന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? മഹാരാഷ്ട്രയിലെ മലങ്കഡ് എന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ദൈർഘ്യമേറിയ ഫ്യൂണിക്കുല റെയിൽവേ ആരംഭിച്ചത്.
ഈ ഫ്യൂണിക്കൽ റെയിൽവേ എന്ന് പറയുമ്പോൾ എന്താണ്? ഉയരമുള്ള പ്രദേശത്തെ റെയിൽവേ സംവിധാനമാണ്, അല്ലെങ്കിൽ കുത്തനെയുള്ള പ്രദേശത്തെ റെയിൽവേ സംവിധാനമാണ് ഫ്യൂണിക്കൽ റെയിൽവേ എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ടല്ല, ദൈർഘ്യമേറിയത്, ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഫ്യൂണിക്കൽ റെയിൽവേ വന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ മലങ്കഡ് എന്ന സ്ഥലത്താണ്. അപ്പോൾ ഒന്നുകൂടെ, ജനുവരിയിൽ അന്തരിച്ച സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗവും കേരള ഹൈക്കോടതിയുടെ മുൻ ജസ്റ്റിസുമായ വ്യക്തിയാണ് ലക്ഷ്മിക്കുട്ടി. ചീഫല്ല, ജസ്റ്റിസായ വ്യക്തിയാണ് ലക്ഷ്മിക്കുട്ടി. അതുപോലെ മൃഗസംരക്ഷണ വകുപ്പിനെ പൂർണ്ണമായും ഡിജിറ്റൽവൽക്കരിക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഈ സമൃദ്ധ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2025 സംസ്ഥാന വികലാംഗ അവാർഡ് നേടിയ ജില്ലയാണ് മലപ്പുറം ജില്ല. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഫ്യൂണിക്കുലർ റെയിൽവേ തുറന്നവിടെയാണ് മഹാരാഷ്ട്രയിലെ മലങ്കഡ് എന്ന സ്ഥലത്താണ്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണകി ശില്പം വന്നത് എവിടെയാണ്? ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണകി ശില്പം വന്നത് എവിടെയാണ്? ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലാണ്. ഉയരം 60 അടിയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണകി ശില്പം വന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലാണ്. ഉയരം എന്ന് പറയുന്നത് 60 അടിയാണ്. ശില്പി ആരാണ്? ദേവദത്തനാണ്. ശില്പി ആരാ? ദേവദത്തനാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണകി ശില്പം വന്നത് എവിടെയാണ്? ആറ്റുകാൽ ഭഗവതി ക്ഷേത്രമാണ്. ഉയരം എന്ന് പറയുന്നത് 60 അടിയാണ്. അതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ശില്പി എന്ന് പറയുന്നത് ദേവദത്തനാണ്. സമഗ്രമായ നഗര നയമുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. സമഗ്രമായ നഗര നയമുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. സമഗ്രമായ നഗര നയമുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. 2026 മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം അരുന്ധതി റോയിക്കാണ്. 2026 മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം അരുന്ധതി റോയിക്കാണ്. 2 ലക്ഷം രൂപയാണ് പുരസ്കാര തുക എന്ന് പറയുന്നത്. അപ്പോൾ 2026 മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് അരുന്ധതി റോയി. 2 ലക്ഷം രൂപയാണ് സമ്മാന തുക എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് മദർ മേരി കംസ് ടു മീ എന്ന കൃതിക്കാണ് അരുന്ധതി റോയിക്ക് 2026 മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകം രചിച്ച വ്യക്തിയാണ് അരുന്ധതി റോയ്. മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകം രചിച്ച വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അത് അരുന്ധതി റോയിയാണ്. ആർത്തവ വിരാമം നേരിടുന്ന സ്ത്രീകൾക്ക് ജൈവ മാനസിക സാമൂഹ്യ പദ്ധതിയാണ് 40+ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആർത്തവ വിരാമം നേരിടുന്ന സ്ത്രീകൾക്കായി മാനസിക സാമൂഹിക പദ്ധതിയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? 40+ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് 40+? ആർത്തവ വിരാമം നേരിടുന്ന സ്ത്രീകൾക്കായി സാമൂഹിക മാനസിക പിന്തുണ നൽകുന്ന പദ്ധതിയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? 40+ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ സമഗ്രമായ നഗരനയമുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണകി ശില്പം വന്നത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലാണ്. 2026 മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാര ജേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അരുന്ധതി റോയിയാണ്. കേരളിൻ്റെ സിൽവർ ലൈൻ പദ്ധതിക്ക് പകരം നിലയിൽ വരുന്ന അതിവേഗ പാത റീജിയണൽ ട്രാൻസിസ്റ്റർ സിസ്റ്റമാണ്. അപ്പോൾ കേരളിൻ്റെ സിൽവർ ലൈനിന് പകരം വരുന്ന അതിവേഗ പാതയാണ് എന്ത്? RRTS, റീജിയണൽ ട്രാൻസിസ്റ്റർ സിസ്റ്റമാണ്. അപ്പോൾ കേരളിൻ്റെ സിൽവർ ലൈൻ പദ്ധതിക്ക് പകരമായി വരുന്ന അതിവേഗ പാതയുടെ പേരെന്താണ്? RRTS അല്ലെങ്കിൽ റീജിയണൽ ട്രാൻസിസ്റ്റർ സിസ്റ്റമാണ്. ദൂരം എന്ന് പറയുന്നത് 583 കിലോമീറ്ററാണ്. RRTS അല്ലെങ്കിൽ റീജിയണൽ ട്രാൻസിസ്റ്റർ സിസ്റ്റത്തിൻ്റെ ദൂരം എന്ന് പറയുന്നത് 583 കിലോമീറ്റർ. 583 ആണ് ഇതിൻ്റെ ദൂരം എന്ന് പറയുന്നത്. തിരുവനന്തപുരത്തെയും കാസർഗോഡിനെയുമാണ് ബന്ധിപ്പിക്കുന്നത്. തിരുവനന്തപുരത്തെയും കാസർഗോഡ് ബന്ധിപ്പിച്ചുകൊണ്ടാണ് RRTS എന്ന അതിവേഗ പാത വരുന്നത്. ഇതിൻ്റെ നീളമാണ് 583 കിലോമീറ്റർ. 583 കിലോമീറ്റർ. കുട്ടിക്കാലത്ത് ക്ഷേമ സ്ഥാപനങ്ങളിൽ ജീവിച്ചവരെ 18 വയസ്സ് തികയുമ്പോൾ പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയാണ് തൻ്റെ ഇടം പദ്ധതി. കുട്ടിക്കാലത്ത് ക്ഷേമ സ്ഥാപനങ്ങൾ ജീവിച്ചവരെ 18 വയസ്സ് തികയുമ്പോൾ പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയാണ് തൻ്റെ ഇടം പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ കുട്ടിക്കാലത്ത് ക്ഷേമ സ്ഥാപനങ്ങളിൽ ജീവിച്ചവരെ 18 വയസ്സ് തികയുമ്പോൾ പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയാണ് തൻ്റെ ഇടം. സയൻസ് മേഖലയിൽ വനിതാ ഗവേഷകർക്ക് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ബാക്ക് ടു ലാബ് പദ്ധതി. എന്താണ് ബാക്ക് ടു ലാബ് പദ്ധതി എന്ന് ചോദിച്ചാൽ, സയൻസ് മേഖലയിലെ വനിതാ ഗവേഷകർക്ക് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ബാക്ക് ടു ലാബ് പദ്ധതി. സയൻസ് മേഖലയിലെ വനിതാ ഗവേഷകർക്ക്
കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചാൽ ബാക്ക് ടു ലാബ് പദ്ധതിയാണ്. സയൻസ് മേഖലയിലെ വനിതാ ഗവേഷകർക്ക് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ബാക്ക് ടു ലാബ് പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ സർക്കാർ ഓഫീസിൽ സ്ത്രീകൾക്കായി പ്രത്യേകം വിശ്രമമുറികളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് സ്ത്രീ സൗഹൃദ സിവിൽ സ്റ്റേഷൻ. എന്താണ് സ്ത്രീ സൗഹൃദ സിവിൽ സ്റ്റേഷൻ? കേരളത്തിലെ സർക്കാർ ഓഫീസിൽ സ്ത്രീകൾക്കായി പ്രത്യേകം വിശ്രമമുറികളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് സ്ത്രീ സൗഹൃദ സിവിൽ സ്റ്റേഷൻ എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ സർക്കാർ ഓഫീസിൽ സ്ത്രീകൾക്കായി പ്രത്യേക വിശ്രമമുറികളും മറ്റ് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? സ്ത്രീ സൗഹൃദ സിവിൽ സ്റ്റേഷൻ. 2026 ജനുവരി മാസം 27 ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെട്ടു. അപ്പോൾ 2026 ജനുവരി മാസം 27 ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ വ്യാപാര കരാർ ഏർപ്പെട്ടു. 18 വർഷത്തെ ചർച്ചയ്ക്ക് ശേഷമാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ വ്യാപാര കരാറിൽ ഏർപ്പെടുന്നത്. 18 വർഷത്തെ ചർച്ചയ്ക്ക് ശേഷമാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും വ്യാപാര കരാറിൽ ഏർപ്പെട്ടത്. 2026 ജനുവരി മാസം 27 കരാർ ഒപ്പിട്ടത്. വനിതാ പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ആദ്യ ബാറ്റർ ആരാണ്? വനിതാ പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ആദ്യ ബാറ്റർ ആരാണ്? നാറ്റ്വർ ബ്രണ്ട്, മുംബൈ ഇന്ത്യൻസ് താരമാണ്. വനിതാ പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ആദ്യ ബാറ്ററാണ് നാറ്റ്വർ ബ്രണ്ട്, മുംബൈ ഇന്ത്യൻസ് താരം. വനിതാ പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ആദ്യ ബാറ്ററാണ് നാറ്റ്വർ ബ്രണ്ട്, മുംബൈ ഇന്ത്യൻസ് താരമാണ്. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച മാർച്ചിങ് കണ്ടീജൻസ് ഉള്ള അവാർഡ് ലഭിച്ചത് നാവികസേനയ്ക്കാണ്. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച മാർച്ചിങ് കണ്ടീജൻസ് ഉള്ള പുരസ്കാരം ലഭിച്ചത് നാവികസേന. 2026 എത്രാമത്തെ റിപ്പബ്ലിക് ഡേ ആണ് ആഘോഷിച്ചത് എന്ന് ചോദിച്ചാൽ 77ാമത്തെ റിപ്പബ്ലിക് ഡേ ആണ് 2026 ആഘോഷിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച മാർച്ചിങ് കണ്ടീജൻസ് ഉള്ള അവാർഡ് നേടിയത് നാവികസേനയ്ക്കാണ്. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ടാബ്ലോ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് മഹാരാഷ്ട്രയാണ്. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ടാബ്ലോ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. രണ്ടാം സ്ഥാനം നേടിയതാണ് ജമ്മു കാശ്മീർ. മൂന്നാം സ്ഥാനം ലഭിച്ചത് കേരളത്തിനാണ്. അപ്പോൾ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ടാബ്ലോ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര, രണ്ടാം സ്ഥാനം ലഭിച്ചത് ജമ്മു കാശ്മീരാണ്, മൂന്നാം സ്ഥാനമാണ് കേരളത്തിന്. മൂന്നാം സ്ഥാനമാണ് കേരളം. കേരളത്തിൻ്റെ പ്രമേയം എന്താണ്? വാട്ടർ മെട്രോയും 100% ഡിജിറ്റൽ സാക്ഷരതയും ആത്മനിർഭർ കേരളം, ആത്മനിർഭർ ഭാരതത്തിന് എന്നാണ് കേരളത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പോൾ 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ ടാബ്ലോ വിഭാഗത്തിൽ കേരളത്തിന് 3ാം സ്ഥാനം ലഭിച്ചു. കേരളത്തിൻ്റെ പ്രമേയം എന്താണ് എന്ന് ചോദിച്ചാൽ വാട്ടർ മെട്രോയും 100% ഡിജിറ്റൽ സാക്ഷരതയും ആത്മനിർഭർ കേരളം, ആത്മനിർഭർ ഭാരതത്തിന് എന്നാണ് പ്രമേയം എന്ന് പറയുന്നത്. ഇനി മന്ത്രാലയങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയത് സാംസ്കാരിക മന്ത്രാലയമാണ്. മന്ത്രാലയങ്ങളിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് സാംസ്കാരിക മന്ത്രാലയത്തിനാണ്. മന്ത്രാലയങ്ങളിൽ ഒന്നാം സ്ഥാനം സാംസ്കാരിക മന്ത്രാലയമാണ്. അപ്പോൾ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ടാബ്ലോ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം വന്നത് മഹാരാഷ്ട്രയാണ്. സംസ്ഥാനങ്ങൾ രണ്ടാം സ്ഥാനമാണെങ്കിൽ അത് ആരാണ്? കേരളമാണ്. ടോട്ടലി നോക്കുമ്പോൾ യൂണിയൻ ടെറിട്ടറിയും കൂടെ ഉൾപ്പെടുത്തിയാണ് നോക്കുന്നതെങ്കിൽ 3ാം സ്ഥാനമാണ് കേരളത്തിന്. അതേസമയം സംസ്ഥാനത്തെ മാത്രം നോക്കുകയാണെങ്കിൽ 2ാം സ്ഥാനമാണ് കേരളത്തിന്. യൂണിയൻ ടെറിട്ടറിയിൽ 1ാം സ്ഥാനത്ത് ജമ്മു കാശ്മീരാണ്. ഇനി കേരളത്തിൻ്റെ പ്രമേയം എന്താണ്? വാട്ടർ മെട്രോയും 100% ഡിജിറ്റൽ സാക്ഷരതയും ആത്മനിർഭർ കേരളം, ആത്മനിർഭർ ഭാരതത്തിന് എന്നുള്ളതാണ്. മന്ത്രാലയങ്ങളിൽ 1ാം സ്ഥാനം നേടിയത് സാംസ്കാരിക മന്ത്രാലയത്തിനാണ്. ഓക്കെ. കേരളത്തിൽ ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ സിറ്റികൾ സ്ഥാപിക്കുന്നവിടെയാണ് തിരുവനന്തപുരത്തും കൊച്ചിയുമാണ്. അപ്പോൾ കേരളത്തിൽ എവിടെയാണ് ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ ആരംഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ്. കേരളത്തിൽ എവിടെയാണ് ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ സ്ഥാപിക്കുന്നത്? തിരുവനന്തപുരത്തും കൊച്ചിയിലും. അണ്ടർ 70 ഫുട്ബോൾ വനിതാ ടീമിൻ്റെ പരിശീലകയായ വ്യക്തിയാണ് പമേല കോൻഡി. അണ്ടർ 70 ഫുട്ബോൾ വനിതാ ടീമിൻ്റെ പരിശീലകയായ വ്യക്തിയാണ് പമേല കോൻഡി. ആരാണ് പമേല കോൻഡി? അണ്ടർ 70 ഫുട്ബോൾ വനിതാ ടീമിൻ്റെ
പരിശീലകയായി നിയമിച്ച വ്യക്തിയാണ് പമേല കോണ്ടിയാണ്. 2026 നടക്കാൻ പോകുന്ന അണ്ടർ 90 സാഫിന് വേദിയാകുന്നത് നേപ്പാളാണ്. 2026 നടക്കാൻ പോകുന്ന അണ്ടർ 90 സാഫ് ഫുട്ബോളിന് വേദിയാകുന്നത് നേപ്പാൾ. 2026 നടക്കാൻ പോകുന്ന അണ്ടർ 90 സാഫ് ഫുട്ബോൾ മത്സരത്തിന് വേദിയാകുന്ന രാജ്യം നേപ്പാളാണ്. ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് മത്സരങ്ങളിൽ ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് മത്സരങ്ങളിൽ 400 വിജയങ്ങൾ നേടുന്ന ആദ്യ താരമാണ് നൊവാക് ജോക്കോവിച്ച്. ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് മത്സരങ്ങളിൽ 400 വിജയങ്ങൾ നേടുന്ന ആദ്യ താരമാണ് നൊവാക് ജോക്കോവിച്ചാണ്. ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് മത്സരങ്ങളിൽ 400 വിജയങ്ങൾ നേടുന്ന ആദ്യ താരം നൊവാക് ജോക്കോവിച്ച്. അപ്പോൾ ഒന്നുകൂടെ, കേരളത്തിൽ ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ സിറ്റികൾ സ്ഥാപിക്കുന്നത് തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ്. അണ്ടർ 70 ഫുട്ബോൾ വനിതാ ടീമിൻ്റെ പരിശീലകയായി നിയമിച്ച വ്യക്തിയാണ് പമേല കോണ്ടി. 2026 നടക്കുന്ന അണ്ടർ 90 സാഫ് ഫുട്ബോളിന് വേദിയാകുന്നത് നേപ്പാളാണ്. ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് മത്സരങ്ങളിൽ 400 വിജയങ്ങൾ നേടുന്ന ആദ്യ താരമാണ് നൊവാക് ജോക്കോവിച്ച്. 2026 2020 ലോകകപ്പിൽ ബംഗ്ലാദേശിന് പകരം ഉൾപ്പെടുത്തിയ ടീം ആണ് സ്കോട്ട്ലാൻഡാണ്. 2026 നടക്കുന്ന 2020 ലോകകപ്പിൽ ബംഗ്ലാദേശിന് പകരം ഉൾപ്പെടുത്തിയ ടീം സ്കോട്ട്ലാൻഡാണ്. 2026 2020 ലോകകപ്പിൽ ബംഗ്ലാദേശിന് പകരം ഉൾപ്പെടുത്തിയ ടീം ആണ് സ്കോട്ട്ലാൻഡ്. നിരോധന ഭീഷണി അതിജീവിച്ച് പ്രവർത്തനം തുടരാൻ US ഉടമസ്ഥതയുള്ള കമ്പനികളിൽ ലയിക്കാൻ തീരുമാനിച്ച ആപ്പാണ് ടിക്ടോക്കാണ്. നിരോധന ഭീഷണി അതിജീവിച്ച് പ്രവർത്തനം തുടരാൻ US ഉടമസ്ഥതയുള്ള കമ്പനികളിൽ ലയിക്കാൻ തീരുമാനിച്ച ആപ്പ് ഏതാണ്? ടിക്ടോക്ക് ആണ്. നിരോധന ഭീഷണി അതിജീവിച്ച് പ്രവർത്തനം തുടരാൻ US ഉടമസ്ഥതയിലുള്ള കമ്പനികളിൽ ലയിക്കാൻ തീരുമാനിച്ച ആപ്പാണ് ടിക്ടോക്ക്. കൃത്രിമ ബുദ്ധിയെ നിയന്ത്രിക്കുന്ന സമഗ്ര നിയമം പാസാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യമാണ് ദക്ഷിണ കൊറിയ. കൃത്രിമ ബുദ്ധിയെ നിയന്ത്രിക്കുന്ന സമഗ്ര നിയമം പാസാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ദക്ഷിണ കൊറിയ. കൃത്രിമ ബുദ്ധിയെ നിയന്ത്രിക്കുന്ന സമഗ്ര നിയമം പാസാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ദക്ഷിണ കൊറിയയാണ്. കൃത്രിമ ബുദ്ധിയെ നിയന്ത്രിക്കുന്ന സമഗ്ര നിയമം പാസാക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ദക്ഷിണ കൊറിയ. മെഡിസപ്പ് ഇൻഷുറൻസ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിമാസ പ്രീമിയമാണ് 687 രൂപ. 687. മെഡിസപ്പ് ഇൻഷുറൻസ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിമാസ പ്രീമിയം എത്രയാണ് എന്ന് ചോദിച്ചാൽ 687 രൂപയാണ്. മെഡിസപ്പ് ഇൻഷുറൻസ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിമാസ പ്രീമിയമാണ് 687 രൂപയാണ്. മെഡിസപ്പ് ഇൻഷുറൻസ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിമാസ പ്രീമിയം എത്രയാണ് എന്ന് ചോദിച്ചാൽ 687 രൂപയാണ്. വാർഷിക പ്രീമിയം എന്ന് പറയുന്നത് 8244 രൂപയാണ്. വാർഷിക പ്രീമിയം എത്രയാണ്? 8244 രൂപയാണ്. 8244 രൂപ. അപ്പോൾ മെഡിസപ്പ് ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രതിമാസ പ്രീമിയം ചോദിച്ചാൽ 687 രൂപ. 687. വാർഷിക പ്രീമിയമാണ് 8244 രൂപ എന്ന് പറയുന്നത്. അതുപോലെ കൃത്രിമ ബുദ്ധിയെ നിയന്ത്രിക്കുന്ന സമഗ്ര നിയമം പാസാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ദക്ഷിണ കൊറിയ. കൃത്രിമ ബുദ്ധിയെ നിയന്ത്രിക്കുന്ന സമഗ്ര നിയമം പാസാക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ദക്ഷിണ കൊറിയ. നിരോധന ഭീഷണി അതിജീവിച്ച് പ്രവർത്തനം തുടരാൻ US ഉടമസ്ഥതയുള്ള കമ്പനികളിൽ ലയിക്കാൻ തീരുമാനിച്ച ആപ്പാണ് ടിക്ടോക്ക് എന്ന് പറയുന്നത്. 2026 2020 ലോകകപ്പിൽ ബംഗ്ലാദേശിന് പകരം ഉൾപ്പെടുത്തിയ ടീം ആണ് സ്കോട്ട്ലാൻഡ്. 2026 നടക്കുന്ന സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിന് വേദിയാകുന്നത് ആസാമാണ്. 2026 നടക്കുന്ന സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിന് വേദിയാകുന്നത് ആസാം. 2026 നടക്കുന്ന സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിന് വേദിയാകുന്നത് ആസാമാണ്. 2025 G7 ഉച്ചകോടിക്ക് വേദി ആൽബർട്ട, കാനഡ. 2025 G7 ഉച്ചകോടിക്ക് വേദിയാണ് ആൽബർട്ട, കാനഡ. 2025 G7 ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ്? കാനഡയിലെ ആൽബർട്ടയാണ്. 2026 ജനുവരി മാസത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായ വ്യക്തിയാണ് ഡോക്ടർ പി രവീന്ദ്രൻ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായ വ്യക്തിയാണ് ഡോക്ടർ പി രവീന്ദ്രനാണ്. അപ്പോൾ 2026 ജനുവരിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പുതിയ വൈസ് ചാൻസലറായ വ്യക്തിയാണ് ഡോക്ടർ പി രവീന്ദ്രൻ. ലോകത്തിലെ ഏറ്റവും പഴയ ഗുഹാചിത്രം കണ്ടെത്തിയവയാണ് സുലാവസിലാണ്. ഇന്തോനേഷ്യയിലെ സുലാവസിലാണ് ലോകത്തിലെ ഏറ്റവും പഴയ ഗുഹാചിത്രം കണ്ടെത്തിയവിടെയാണ് സുലാവസ്, ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിലെ സുലാവസ് എന്ന പ്രദേശത്താണ് ലോകത്തിലെ ഏറ്റവും പഴയ ഗുഹാചിത്രം കണ്ടെത്തിയത്. അപ്പോൾ 2026 സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സര വേദി ആസാമാണ്. 2025 G7 ഉച്ചകോടിക്ക് വേദിയായത് ആൽബർട്ട, കാനഡയാണ്. 2026 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായ വ്യക്തിയാണ് ഡോക്ടർ പി രവീന്ദ്രനാണ്. ലോകത്തിലെ ഏറ്റവും പഴയ ഗുഹാചിത്രം കണ്ടെത്തിയത് എവിടെയാണ്? ഇന്തോനേഷ്യയിലെ സുലാവസിലാണ്.
സംഘടിത ഗുണ്ടാ ശൃംഖലകളെ തകർക്കാനും സംസ്ഥാനത്തെ കുറ്റകൃത്യരഹിതമാക്കാനും പഞ്ചാബ് പോലീസ് ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പർഹാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ സംഘടിത ഗുണ്ടാ ശൃംഖലയെ തകർക്കുവാനും പഞ്ചാബ് സംസ്ഥാനത്തെ കുറ്റരഹിതമാക്കാനും പഞ്ചാബ് പോലീസ് ആരംഭിച്ച ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പർഹാർ. അപ്പോൾ ഓപ്പറേഷൻ പർഹാർ ആരംഭിച്ച സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പഞ്ചാബാണ്. എന്തിനു വേണ്ടിയിട്ടാണ് പഞ്ചാബ് ഇത് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ സംഘടിത ഗുണ്ടാ ശൃംഖലയെ തകർക്കുക, സംസ്ഥാനത്തെ കുറ്റരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പഞ്ചാബ് പോലീസ് ആരംഭിച്ച ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പർഹാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പട്ടികവർഗ വനിതകളിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാൻ ലേബർ ബാങ്കിൻ്റെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് വി ഇനിഷ്യേറ്റീവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. പട്ടികവർഗ വനിതകളിൽ സംരംഭകത്തെ പ്രോത്സാഹിപ്പിക്കാൻ ലേബർ ബാങ്കിൻ്റെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് വി ഇനിഷ്യേറ്റീവ്. എന്താണ് വി ഇനിഷ്യേറ്റീവ്? പട്ടികവർഗ വനിതകളിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാൻ ലേബർ ബാങ്കിൻ്റെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് വി ഇനിഷ്യേറ്റീവ് എന്ന് അറിയപ്പെടുന്നത്. എന്താണ് സ്ത്രീ സൗഹൃദ സിവിൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്? സർക്കാർ ഓഫീസിൽ സ്ത്രീകൾക്ക് കൂടുതൽ പരിഗണന നൽകുന്ന രീതിയിൽ ഭരണപരമായ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന പദ്ധതിയാണ് സ്ത്രീ സൗഹൃദ സിവിൽ സ്റ്റേഷൻ. സർക്കാർ ഓഫീസിൽ സ്ത്രീകൾക്ക് പരിഗണന നൽകുന്ന പദ്ധതിയാണ് എന്തുവിൽ അറിയപ്പെടുന്നത്? സ്ത്രീ സൗഹൃദ സിവിൽ സ്റ്റേഷൻ. എന്താണ് വി ഇനിഷ്യേറ്റീവ്? പട്ടികവർഗ വനിതകളിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാൻ ലേബർ ബാങ്കിൻ്റെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് വി ഇനിഷ്യേറ്റീവ്. ഓപ്പറേഷൻ പർഹാർ ആരംഭിച്ച പഞ്ചാബ് പോലീസാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഗുണ്ടാ ശൃംഖലകളെ തകർക്കാനും പഞ്ചാബ് സംസ്ഥാനത്തെ കുറ്റരഹിതമാക്കാനും വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോ നോക്കിയത്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ ഓൾ.